ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഈ സമ്മർദ്ദമാണോ ഇപ്പോൾ വകുപ്പ് വിഭജനം പൂർണ്ണമാകാതിരിക്കാനുള്ള കാരണം? ഇത് അതോ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളുണ്ടോ? ഇപ്പൊ ലീഗുമായിട്ട് എന്തായാലും മുഖ്യമന്ത്രിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷെ അവിടെ ഈ ഉന്നത വിദ്യാഭ്യാസം അതുപോലെ തന്നെ ഫിഷറീസ് ഇവയിലൊക്കെ തട്ടി നിൽക്കുകയാണോ ഈ വകുപ്പ് വിഭജനം? അതോ ഇപ്പോൾ ഷാക്കിർ പറഞ്ഞു ഗവർണർ സ്ഥലത്തില്ലാത്തത് കൊണ്ടാണ് ഈ അന്തിമ വിജ്ഞാപനം വൈകുന്നത് എന്ന്. ചർച്ച പൂർത്തിയായിട്ടില്ല എന്നുള്ളത് ശരിക്കും അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ ഒരു സമ്മർദ്ദമോ അങ്ങനെ ഒരു ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഇല്ല. ശരി ആനന്ദ്. അല്ല, എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, എന്തിനാണ് കോൺഗ്രസ് ഇത്ര ധൃതി കൂട്ടി 18-ാം തീയതി തന്നെ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്യുന്ന തരത്തിലേക്ക് എത്തിച്ചത്? അത് എല്ലാ കൂടിയാലോചനകൾക്ക് ശേഷം, കാരണം ഇപ്പോൾ വകുപ്പ് വിഭജനം പൂർത്തിയായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത് ഇനിയും സമയം വേണമെങ്കിൽ എടുക്കാം എന്ന കാര്യം അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഇപ്പം മന്ത്രിമാരെ പരിഗണിച്ചത് ഉൾപ്പെടെ ഇതിൽ ചില കാര്യങ്ങൾ, അതായത് ഇപ്പോൾ ചാണ്ടി ഉമ്മന് ഓർത്തഡോക്സ് സഭയുടെ പരാതിയുണ്ട്, മാണി സി കാപ്പൻ്റെ പരാതിയുണ്ട്, ലീഗിന് 5-ാം മന്ത്രി എന്നുള്ള വിഷയമുണ്ട്. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം കൊടുത്ത് 4 മന്ത്രിസ്ഥാനത്തിൽ ലീഗിനെ പരിമിതപ്പെടുത്താൻ പറ്റാതിരുന്നത് എന്നുള്ള കാര്യമുണ്ട്. അത് ആണ് ഇതിൻ്റെ അകത്ത് അടിസ്ഥാനപരമായിട്ട് ഈ ബാലൻസിങ് നടക്കാത്തതിലുള്ള പ്രധാന കാരണം. അതാണ് ഇപ്പോൾ ലീഗിന് 4 മന്ത്രിസ്ഥാനവും ഒരു ഡെപ്യൂട്ടി സ്പീക്കറോ അല്ലെങ്കിൽ ചീഫ് വിപ്പ് സ്ഥാനവും പിന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന് ഉപമുഖ്യമന്ത്രി സ്ഥാനവും കൊടുത്താൽ അവർ ഉറപ്പായിട്ടും 4 മന്ത്രിസ്ഥാനത്തിൽ അവർ ഹാപ്പി ആയേനെ. കാരണം ഞാനിത് ലീഗ് നേതാക്കളോട് ഉൾപ്പെടെ കോൺഗ്രസ് നേതാക്കളോട് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഇവർ കുറച്ചാൾ മുമ്പ് വരെ ഇവിടെ സർക്കാർ ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് അറിയാതെ നടന്ന സമയത്ത് ഇവരിൽ പലരുമായിട്ട് ഞാൻ ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അന്ന് കഷ്ടിച്ച് ജയിക്കുമെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചാനലുകൾ വലിയ സർവേകൾ, പെയ്ഡ് സർവേകളൊക്കെ നടത്തിയിരുന്ന സമയത്ത് ലീഗുകാർ ഞങ്ങൾക്ക് 4 വകുപ്പ് മതിയെന്ന് വളരെ മുതിർന്ന ലീഗിൻ്റെ ഒരു നേതാവ് എന്നോട് പറഞ്ഞിട്ടുണ്ട്. 4 മിനിസ്ട്രി കൊണ്ട് ഞങ്ങൾ വളരെ മന്ത്രിമാരെ കൊണ്ട് ഞങ്ങൾ വളരെ തൃപ്തിയാകും 2011 സാഹചര്യം അല്ലെങ്കിൽ എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷേ ഇപ്പോൾ ഒറ്റയടിക്ക് 5 മന്ത്രിമാരെ കൊടുത്തു. അതിനുശേഷം വീണ്ടും വിലപേശൽ നടക്കുകയാണ്. അപ്പോൾ എത്ര പെട്ടെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഇവർക്ക് 11-12 ദിവസം എടുത്തെങ്കിൽ വകുപ്പ് വിഭജനത്തിനും മന്ത്രിമാരെ തീരുമാനിക്കുന്നതിനും 2 ദിവസം അധികം എടുത്തെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ലായിരുന്നു. ഇവിടെ ആകാശം ഇടിഞ്ഞ് വീഴുമോ? 21-ാം തീയതി വരെ ഉള്ള ഒരു ഘട്ടത്തിൽ എന്തിനാണ് ഇടിപിടിയിൽ നിന്ന് ഈ 18-ാം തീയതി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു? അതിലെന്തോ വലിയ ഓപ്റ്റിക്സ് ഉണ്ട് എന്ന തരത്തിൽ എന്തിനാണ് അത് ചെയ്തത്? പിന്നെ ഈ സഖ്യകക്ഷികളുമായിട്ട് ഘടകകക്ഷികളുമായി